إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, വിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ ഉൾപ്പെടാൻ പരിശ്രമിച്ചും പ്രവർത്തിച്ചും പ്രാർത്ഥിച്ചും കഴിഞ്ഞുകൂടണമെന്ന് ആമുഖമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു അവൻ ഇഷ്ടപ്പെടുന്ന അവൻ്റെ ദാസന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ 1-2 ആഴ്ചകളിലായി നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജീവിത ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ചില ഭാഗങ്ങളും കൂടി സൂചിപ്പിക്കാനുണ്ട്. അതിനിടക്ക് ഗൗരവമുള്ള ഒരു സമകാലിക വിഷയം എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണ്. എണ്ണമറ്റ പേജുകളിലും സ്റ്റേജുകളിലുമൊക്കെ ആവർത്തിച്ച് കേൾക്കുകയും ആവേശം കൊള്ളുകയും ചെയ്ത ഒരുപാട് ചരിത്ര സംഭവങ്ങൾ, ആ ചരിത്ര സംഭവങ്ങൾക്ക് സമാനമായ പല കാര്യങ്ങളുമാണ് ഇന്ന് നാം ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ സ്വഹാബത്തും ശുഅബ് അബീ താലിബ് എന്ന കുന്നിൻ ചെരുവിൽ മാസങ്ങളോളം പട്ടിണി കിടന്ന ചരിത്രം നമുക്കറിയാം. ആ സമയത്ത് അവർ ഭക്ഷിച്ചിരുന്നത് പച്ചിലകളാണ് എന്ന് ചരിത്രം നമ്മൾ വിളിച്ചു പറയാൻ. ഇത് ഒരു ചരിത്രമായി നാം കേൾക്കുകയാണ്, നമ്മളാരും കണ്ടിട്ടില്ല. പക്ഷെ ഇന്ന് അതിന് സമാനമായ ചില ചിത്രങ്ങൾ അള്ളാഹു നമുക്ക് ലൈവായി കാണിച്ചു തരികയാണ്. ഫലസ്തീനിലെ നമ്മുടെ പിഞ്ചു മക്കൾ, സഹോദരന്മാർ വിശപ്പടക്കാൻ പച്ചിലകൾ തിന്നുന്ന ദൃശ്യം. ഏകദേശം 5-6 വയസ്സുള്ള ഒരു കുട്ടി വിശന്നിട്ട് പച്ചില തിന്നാണ്. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ, എൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടികൾ ശരിക്കും ശ്രദ്ധിക്കുക. നോക്കൂ, അതോടൊപ്പം തന്നെ രാത്രി കിടന്നുറങ്ങുമ്പോൾ വിശപ്പ് സഹിക്കാൻ കഴിയാതെ വായിൽ
പുല്ല് തിരുകി കിടന്നുറങ്ങുകയാണ്. ഇത് ഒരു സിനിമാ കഥയല്ല. മറ്റൊരു ചിത്രം, 2-3 കുട്ടികൾ ഇങ്ങനെ കൂട്ടം കൂടി ഇരിക്കുകയാണ്. അവരുടെ മുമ്പിൽ പാത്രങ്ങളുണ്ട്. ആ പാത്രത്തിൽ മണ്ണിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. സഹോദരന്മാരെ, ഭക്ഷണം കിട്ടാതെ അസ്ഥികൂടങ്ങളായി മാറിയ പിഞ്ചുമക്കൾ. യഥാർത്ഥത്തിൽ അതിനെ വിലയിരുത്തുന്ന ആളുകൾ പറയുന്നത് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ക്രൂരതയാണ് ഇപ്പോ ഫലസ്തീനിലെ ഗസയിൽ നടക്കുന്നതാണ്. ഏറ്റവും വലിയ ക്രൂരത. 1ഉം 2ഉം ലോകമഹായുദ്ധങ്ങൾ കഴിഞ്ഞു. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ആ മക്കളെ കാണുമ്പോൾ ശ്വാസം വിടാൻ പോലും അവർക്ക് കഴിയുന്നില്ല. കരച്ചിൽ വരികയാണ്. വെറുതെ പറയല്ല. ഒരു കുട്ടി, 3-4 വയസ്സായ കുട്ടി, ആ കുട്ടി പടച്ച റബ്ബിനോട് പറയണം, യാ അല്ലാ, യാ അല്ലാ ജുഹാൻ, പടച്ചവനെ എനിക്ക് വിശക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എൻ്റെ കുട്ടികളെ, നമുക്കൊക്കെ നമ്മുടെ ഉമ്മ ഭക്ഷണം വിളമ്പുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു വിഭവം കുറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളൊക്കെ എന്താ പറയാ? മറ്റൊരു പിഞ്ചു സഹോദരി, ഏകദേശം 7-8 വയസ്സായ ഒരു കുട്ടി, ആ കുട്ടി ലോകത്തോട് വിളിച്ചു പറയാൻ, യാ നാസ്, യാ മുസ്ലിമീൻ, യാ അറബ്, യാ ആലം, എല്ലാവരോടാണ് പറയുന്നത്. അല്ലയോ മുസ്ലിങ്ങളെ, അറബികളെ, ജനങ്ങളെ, ലോകമേ, അനജുആന, അനജുആന, എനിക്ക് വിശപ്പുണ്ട്, ഞാൻ വിശക്കുകയാണ്. സഹോദരന്മാരെ, നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കുക. അതോടൊപ്പം തന്നെ സുന്ദരമായ മറ്റൊരു കാഴ്ച നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഗസയിലെ വിശന്ന് പൊരിയുന്ന നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഒരു സഹായം അവർ ചെയ്യുകയാണ്. ഈജിപ്തിലെ നമ്മുടെ സഹോദരങ്ങൾ ധാന്യങ്ങൾ കുപ്പിയിലാക്കി കടലിലേക്ക് എറിയുകയാണ്. കടലിലേക്കെറിയ നോക്കൂ, ശ്വാസം വിടാൻ പോലും കഴിയാതെ മനുഷ്യർ വിശന്ന് മരിക്കുമ്പോൾ പ്രതീക്ഷകളുടെ കളിവഞ്ചിയിൽ അവർ അന്നം കൊടുക്കുകയാണ്. ഒരുപക്ഷെ അവർക്ക് ഇതിന് പ്രേരണ നൽകിയത് ഒരു ചരിത്രമായിരിക്കാം. നമ്മളൊക്കെ കേട്ടതാണല്ലോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയുമ്പോൾ, നൈലിൻ്റെ ഒഴുകുന്ന ഓരങ്ങളിൽ ഒരു കുഞ്ഞിനെ ഒരു പെട്ടിയിലാക്കി ഒരു ഉമ്മ ഒഴുക്കിയില്ലേ? നൈലിൻ്റെ ഓളപ്പരപ്പിലൂടെ, ആ നൈലിൻ്റെ ഓളപ്പരപ്പിൽ കിടന്ന് താരാട്ട് പാട്ടുപാടി, ആ പാട്ട് കേട്ട് ആ പിഞ്ചു പൈതൽ തന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ പ്രതീക്ഷയായതുപോലെ ഈ ഈജിപ്തിലെ സഹോദരന്മാർ എഴിഞ്ഞു കൊടുക്കുന്ന ഭക്ഷണം, ആ കുപ്പികൾ, അവരൊരു പ്രതീക്ഷയാണെന്നാണ്. സഹോദരന്മാരെ, നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ആ നോക്കൂ, എല്ലിങ്ങനെ പെറുക്കിയെടുക്കാം. വിശന്നിട്ട്, ആ വിശന്ന് മരിച്ച ഒരു മനുഷ്യന്റെ മയ്യത്ത് മുന്നിൽ വെച്ചുകൊണ്ട് പറയാം, വിശന്നിട്ടാണ് മരിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയിൽ ഗസയിൽ നിന്ന് ഒരു മനുഷ്യൻ പറഞ്ഞ ചില വാചകങ്ങളുണ്ട്. അബൂ ഉബൈദ എന്ന് പറയുന്ന ചില മനുഷ്യൻ കഴിഞ്ഞ വെള്ളിയാഴ്ച പറയാം, ലോക മുസ്ലിം സമൂഹമേ, ആ വിളി എന്നോടും നിങ്ങളോടുമാണ്. അറബ് സമൂഹമേ, മുസ്ലിം അറബ് രാജ്യങ്ങളിലെ ഭരണാധികാരികളെ, അവരെല്ലാം നേരായ പാന്താവിലേക്ക് നടക്കുന്ന മുസ്ലിം പണ്ഡിതന്മാരെ, നമ്മളെ വിളിക്കുന്നത്. ഇതാ ഇവിടെ ഒരു പറ്റം മനുഷ്യർ പട്ടിണി കൊണ്ട് മരണത്തെ മുഖാമുഖം കാണുകയാണ്. വരും ദിനങ്ങളിൽ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പട്ടിണി ദുരന്തം ഒരുപക്ഷെ നടന്നേക്കാം. എന്നിട്ട് അദ്ദേഹം പറയാണ്, അത് വലിയൊരു താക്കീതാ സഹോദര. ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ. ഇതിന്റെ ഉത്തരവാദിത്വം നിങ്ങളിൽ എല്ലാവർക്കുമാണ്. എന്റെയും ഞാനും നിങ്ങളും അടങ്ങുന്ന മുസ്ലിം സമൂഹത്തിന്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ടാണ് ആ മനുഷ്യൻ പറയുന്നത്. രക്തസാക്ഷിത്വം വഹിച്ച് നാളെ പടച്ച റബ്ബിന്റെ സമീപത്തെത്തുമ്പോ, അള്ളാഹുവിന്റെ കോടതിയിലെത്തുമ്പോ ഞങ്ങൾ നിങ്ങളെ പ്രതിസ്ഥാനത്ത് നിർത്തും. ഇവിടെ മുറിവേറ്റ് മരിച്ചും വീഴുന്ന ആയിരക്കണക്കിന് ആളുകളുടെ രക്തക്കറ
ആ പാപക്കറ നിങ്ങളുടെ ചുമലിലായിരിക്കും. നിങ്ങളുടെ എല്ലാം മൗനവും നിസ്സംഗതയുമാണ് സയനിസ്റ്റ് സൈന്യത്തിന്റെ ഏറ്റവും വലിയ ആയുധം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആയതിനാൽ ഈ ക്രൂരതയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് നിങ്ങൾക്കാർക്കും ഒഴിഞ്ഞു മാറാനാവില്ല. അവസാനം ആ മനുഷ്യൻ പറയാ, നിങ്ങളെല്ലാവരും നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ ഇതിന് ഉത്തരം പറയേണ്ടി വരും. സഹോദരന്മാരെ, ഈ വാക്കുകൾ നമ്മുടെ നെഞ്ചിൽ തറക്കണില്ലേ? ശത്രുക്കളുടെ വെടിയുണ്ടകളെയും മിസൈലുകളെയും രണ്ട് കൈയും നീട്ടി പൂമാല പോലെ സ്വീകരിച്ച നമ്മുടെ ഫലസ്തീനിലെ സഹോദരന്മാർ, പക്ഷെ ഇന്ന് വിശപ്പ് എന്ന മഹാമാരി, ആ മഹാമാരിക്ക് മുന്നിൽ നിസ്സഹായരായിരിക്കുകയാണ്. ആലോചിച്ചോക്കാ നിങ്ങൾ. നമുക്കറിയാം, ഫലസ്തീൻ എന്ന പ്രദേശം ഒരുപാട് പ്രവാചകന്മാരുടെ പാദസ്പർശമേറ്റ സ്ഥലമാണ്. എങ്ങനെ നമ്മൾ ഇങ്ങനെയായി സഹോദര? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ നമ്മുടെയൊക്കെ കയ്യിൽ മൊബൈൽ ഉണ്ടല്ലോ, വെറുതെ ജസ്റ്റ് ഒന്ന് പോയിട്ട് ഫലസ്തീൻ അല്ലെങ്കിൽ ഗസ എന്ന് അടിച്ചു നോക്കി കാണാൻ നിങ്ങൾക്ക്. ഇന്നലെ എൻ്റെ ഒരു അധ്യാപകൻ പറയാം, എനിക്കത് കാണാൻ കഴിയുന്നില്ല. ഈ മക്കളെ കാണുമ്പോ കാണാൻ കഴിയുന്നില്ല എനിക്ക്. സഹോദരന്മാർ, ആരായിരുന്നു മുസ്ലിം സമുദായം? മുസ്ലിം ഉമ്മത്ത് ലോകത്തിന് മുമ്പിൽ ആരായിരുന്നു? അജ്ഞതയിൽ ആണ്ടുകിടന്ന യൂറോപ്പിനെ തട്ടി ഉണർത്തി ലോകത്തിന് വെളിച്ചം പകർന്ന മുസ്ലിം ഉമ്മത്ത് ഇന്ന് ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ്. കിസ്രയുടെയും കൈസറിന്റെയും കോട്ടകൾ വിറപ്പിച്ചവരായിരുന്നു മുസ്ലിം ഉമ്മത്ത്. അവയെല്ലാം മുസ്ലിം ഉമ്മത്തിന് മുമ്പിൽ തകർന്നടിഞ്ഞു വീണു. ഷിർക്കിന്റെയും കുഫറിന്റെയും നേതാക്കൾ പേടിച്ചോടി പോയില്ലേ ഈ ഉമ്മത്തിനെ കണ്ടുകൊണ്ട്? എന്നാൽ ഇന്ന് ആരാണ് നമ്മെ തകർത്തത്? ഇന്ന് മുസ്ലിം ഉമ്മത്തിനെ തകർത്തത് ആരാ? കാഫറിന്റെ വെടിയുണ്ടകളും മിസൈലുമാണോ മുസ്ലിം സമുദായത്തെ നശിപ്പിച്ചത്? അത് അവർക്ക് മുമ്പും ഉണ്ടായിരുന്നില്ലേ? കുതിരപ്പടയാളികളും ആനപ്പടയാളികളും ആർത്തലച്ചു വന്നപ്പോ ഈ മുസ്ലിം ഉമ്മത്ത് ചവിട്ടി നിന്നത് നഗ്നമായ പാദങ്ങൾക്ക് മുകളിലായിരുന്നു. കുഫറിന്റെ മൂർച്ചയുള്ള കുന്തങ്ങൾക്ക് മുമ്പിൽ നെഞ്ചി വിരിച്ചു നിൽക്കുമ്പോ മുസ്ലിം ഉമ്മത്തിന്റെ കൈവശമുണ്ടായിരുന്നത് പൊട്ടിയ വാളുകളും ഉറപ്പില്ലാത്ത പരിചകളുമായിരുന്നു. പക്ഷേ ഇന്ന് നാം അപമാനത്തിന്റെയും അവഹേളനയുടെയും പട്ടിണിയുടെയും കയ്പ് നീര് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? അപമാനവും അവഹേളനവും നമുക്കൊരു ശീലമായി മാറി. എത്രത്തോളം കാഫിറിന്റെ എച്ചിൽ കൂനകൾക്ക് നേരെ കൈനീട്ടി യാചിക്കുന്ന ഒരു സമുദായമായി ഈ മുസ്ലിം ഉമ്മത്ത് മാറിയില്ലേ? കാഫിറിന്റെ കമ്പനികളിലെ പേപ്പർ കെട്ടുകൾ വഹിക്കുന്ന യന്ത്രങ്ങളായി മുസ്ലിം സമുദായം മാറി. നമ്മൾ എങ്ങനെയായി ചിന്തിച്ചു നോക്കൂ. നമ്മുടെ കയ്യിൽ, മുസ്ലിം ഉമ്മത്തിന്റെ കയ്യിൽ ആകാശങ്ങളുടെയും ഭൂമിയുടെയും അധിപനായ ലോകരക്ഷിതാവായ റബ്ബിന്റെ വിശുദ്ധ ഖുർആൻ ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ. അള്ളാഹുവിന്റെ പടപ്പുകളിൽ ഏറ്റവും ഉത്തമനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത മാതൃകയുണ്ട്. മാത്രമല്ല, ഭൂമിയുടെ കിഴക്കും പടിഞ്ഞാറും കീഴടക്കിയ മുൻഗാമികളുടെ ചരിത്രമുണ്ട് നമ്മുടെ കയ്യിൽ. പക്ഷേ നാം ഭയപ്പെടണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവചിച്ച പ്രവചനത്തിലെ അഴുക്ക് ചാലിലെ ചവറുകളായി പോയോ ഞാനും നിങ്ങളും? ഞാൻ ഇന്നലെ സുഹൃത്തിനോട് പങ്കുവച്ചു, എത്രയോ ഏകദേശം 50ഓളം മുസ്ലിം രാഷ്ട്രങ്ങളുണ്ട്. അത്രേ മുസ്ലിം രാഷ്ട്രങ്ങൾ. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇടപെടാത്തത്? അപ്പൊ ആ സുഹൃത്തിനോട് പറയാ, ഭയം, പേടിയാണത്രേ. അമേരിക്കയും ബ്രിട്ടനും റഷ്യയും എല്ലാം ഒന്നിച്ചു കഴിഞ്ഞാൽ ഇവരെ നശിപ്പിക്കും അത്രേ. പേടിയാണത്രേ. ഈ പേടി എവിടുന്നാ വന്നത്? ഈമാനില്ലാത്തത് കൊണ്ടാണ്, അല്ലേ? സമ്പത്തിന്റെ കുറവുണ്ട് നമുക്ക്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ കുറിച്ച് പ്രവചിച്ച ഒരു പ്രവചനം സഹോദര കേട്ടു നോക്ക്. യൂഷികുൽ ഉമമു അൻ തുദാഅ അലൈക്കും കമാ തദഅൽ ആകിലതു ഇലാ ഖസ്അതിഹാ. നമ്മളൊക്കെ പലപ്പോഴും കേട്ട ഒരു ഹദീസാണ്. ഭക്ഷണം വിളമ്പിയ പാത്രത്തിനടുത്തേക്ക് തിന്നാൻ വലിഞ്ഞു കൂടുന്നത് പോലെ. ശരിക്കും ശ്രദ്ധിച്ചോ വാചകം? ഇത് ഹബീബിന്റെ വാക്കുകളാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭക്ഷണം വിളമ്പിയ പാത്രത്തിനടുത്തേക്ക് തിന്നാൻ വലിഞ്ഞു കൂടുന്നത് പോലെ അന്യ സമുദായം നിങ്ങളുടെ നേരെ ഇതാ വലിഞ്ഞു കയറാൻ വരുന്നു സഹാബത്തെ. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇത് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചതാ.
ആ പ്രവചനം ഇന്ന് സത്യമായി പുലർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ ചോദിച്ചു, അള്ളാഹുവിന്റെ പ്രവാചകരെ, എല്ലാ സമുദായവും ഈ മുസ്ലിം ഉമ്മത്തിന്റെ നേരെ ചാടി വീണാക്രമിക്കുമ്പോ അന്ന് ഈ മുസ്ലിം ഉമ്മത്ത് എണ്ണത്തിൽ കുറവായിരിക്കുമോ? സ്വാഭാവികമായ ചോദ്യമാണ്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞത്, ഖാല ബൽ അൻതും യൗമഇദിൻ കസീറൂൻ. അല്ല, നിങ്ങളന്ന് എണ്ണത്തിൽ ധാരാളമുണ്ടായിരിക്കും. പക്ഷേ ഒരു വാക്ക് കൂട്ടിച്ചേർത്തു അവിടെ, പേടിച്ചോ, വലാകിന്നകും ഗുസാഉൻ കഗുസാഉസ് സൈൽ. അതാണ് മുസ്ലിം ഉമ്മത്തിന്റെ ഇന്നത്തെ അവസ്ഥ. പക്ഷേ ജലപ്രവാഹത്തിന് മുകളിൽ ചപ്പ് ചവറുകളെ പോലെ ചപ്പ് ചവറായിരിക്കും അന്ന് മുസ്ലിം ഉമ്മത്ത്. എന്താ കാരണം? ശത്രുക്കളുടെ ഹൃദയങ്ങളിൽ നിന്ന് നിങ്ങളെ സംബന്ധിച്ചുള്ള ഭയം പടച്ചറബ് എടുത്തു മാറ്റും. അതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ശത്രുക്കളുടെ ഹൃദയങ്ങളിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചുള്ള ഭയം അള്ളാഹു എടുത്തു മാറ്റുകയാണ്. നിങ്ങളുടെ ഹൃദയങ്ങളിൽ അവൻ ബലഹീനത ഇട്ടുതരും. ശരിക്ക് ശ്രദ്ധിച്ചോ, ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ കാലഘട്ടം ശരിക്ക് പ്രവാചകൻ പ്രവചിച്ച അതേ കാലഘട്ടമാണ്. മുസ്ലിം ഉമ്മത്തിന്റെ ഹൃദയങ്ങളിൽ അള്ളാഹു ബലഹീനത ഇട്ടുകൊടുക്കും. എന്താണ് ഈ വഹൻ? എന്താണ് ഈ ബലഹീനത? എന്താണ് മുസ്ലിം ഉമ്മത്തിന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബലഹീനത? മുസ്ലിം ഉമ്മത്തിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ബലഹീനത എന്താ? സാമ്പത്തികമായി ബലഹീനനാണോ? സാമ്പത്തികമായി മുന്നിലല്ലേ നമ്മൾ? സൈനിക ശക്തിയിൽ ബലഹീനനാണോ? ഉണ്ടല്ലോ നമുക്ക് സൈനിക ശക്തി. ചോദ്യകർത്താവിന്റെ ചോദ്യങ്ങൾക്ക് മറുപടിയായി ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖാല ഹുബ്ബുദ് ദുനിയാ വകറാഹിയൽ മൗത്ത്. അതാണ് ഇന്ന് മുസ്ലിം ഉമ്മത്തിന് ഇതാണ് അടിസ്ഥാനം ഇതാണ്. ഹുബ്ബുദ് ദുനിയാ വകറാഹിയത്തുൽ മൗത്ത്. ഇഹലോകത്തോടുള്ള പ്രേമം, മരണത്തോട് വെറുപ്പ്. പലസ്തീനിലെ പാവപ്പെട്ട വിശന്ന് വലിയുന്ന മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും അന്നം കൊടുത്താൽ അമേരിക്ക ഞങ്ങളെ നേരെ കണ്ണുകിട്ടുമോ എന്ന പേടിയല്ലേ? എന്തിനത് പറയാൻ പഠിക്കുന്നത്? സത്യം അതല്ലേ? നമ്മളൊക്കെ ഇന്ന് മുസ്ലിം ലോകം, ഇത് ഞാൻ ശരിക്കും കുറച്ച് ഗൗരവത്തോടുകൂടെ പറയാൻ, പടച്ചറബേ ഇത് തെറ്റാണെങ്കിൽ പുറത്തു തരണേ റബ്ബേ. മുസ്ലിം സമുദായം ഒന്ന് തുപ്പിയാൽ ആ തുപ്പലിൽ ഒലിച്ചു പോകാൻ മാത്രമുള്ള ജൂതന്മാർ. അല്ലാഹുവേ, ഇത് തെറ്റാണെങ്കിൽ പുറത്തു തരണേ റബ്ബേ. അത്രക്ക് ഗൗരവമുള്ള നിങ്ങളാ ചിത്രം കാണുന്ന മക്കളെ, ആ ചിത്രം ഇങ്ങനെ കാണുമ്പോ ശ്വാസം വിടാൻ കഴിയില്ല സഹോദരന്മാരെ. അടിസ്ഥാനത അള്ളാഹ് നമ്മെ പരീക്ഷിക്കും. ശരിയാ, ഈ ഉമ്മത്തിനെ അള്ളാഹ് പരീക്ഷിക്കും. രണ്ടാമത് പറഞ്ഞു വിശപ്പ് കൊണ്ട് പരീക്ഷിക്കുന്ന അല്ലേ? ഇന്ന് നമ്മുടെ ഫലസ്തീനിലെ സഹോദരങ്ങൾ വിശപ്പ് കൊണ്ട് പരീക്ഷിക്കപ്പെടുകയാണ്. ഞാനും നിങ്ങളുമൊക്കെ 3 നേരം വെട്ടി വിഴുങ്ങുകയാണ്. നാളെ പരലോകത്ത് ചെല്ലുമ്പോ നമ്മളൊക്കെ പാരായണം ചെയ്യാറുള്ള ചെറിയൊരു സൂറത്തുണ്ടല്ലോ, ആ സൂറത്തിന്റെ അവസാനത്തെ ഒരു ആയത്തുണ്ടല്ലോ, എന്ന് എന്റെയും നിങ്ങളുടെയും മുഖത്ത് നോക്കി ചോദിക്കുമ്പോ എന്താ പറയാ? ഫലസ്തീനുകൾക്ക് പറയാണ്ട്. പിന്നെ നിങ്ങൾക്ക് നാം നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് നാം അന്ന് ചോദ്യം ചെയ്യപ്പെടും. എന്ത് പറയും നമ്മൾ ആരാ? അയൽവാസി വിശന്നിരിക്കുമ്പോ വയറ് നിറച്ചുണ്ണുന്നവൻ മുസ്ലിം സൊസൈറ്റിയിൽ മെമ്പറല്ല എന്ന് പഠിപ്പിച്ച ഒരു പ്രത്യയ ശാസ്ത്രത്തിന്റെ അനുയായിയല്ലേ ഞാനും നിങ്ങളും അല്ലേ? എന്നിട്ട് എന്തേ നമുക്കെന്താ സഹായം വൈകുന്നു? ഇന്ന് നമ്മെ സംബന്ധിച്ചോളം നമുക്ക് സഹായിക്കാൻ കഴിയില്ല. പക്ഷെ നമുക്ക് സഹായിക്കാൻ കഴിയുന്ന ഒന്നുണ്ട്, അത് ഞാൻ പറയാം. യൂഫ്രട്ടീസിന്റെ തീരത്ത് ഒരു ആട്ടിൻകുട്ടി എങ്ങാനും വിശന്ന് വലഞ്ഞ് വെള്ളം കിട്ടാതെ വിശന്ന് വലഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ ഈ ഉമറിനെ അള്ളാഹു പിടികൂടും. അല്ലേ? ഉമറിന്റെ ചരിത്രല്ലേ?
ഇന്ന് അതുപോലെ ഒരു ഉമറില്ലാത്തതിന് ദുഃഖം മുസ്ലിം സമുദായം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കറും ഉമറും ചരിത്രം നമുക്കറിയാം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ആ സമയത്ത് നടന്നു പോകുമ്പോ വഴിയിൽ വെച്ച് അബൂബക്കറിനെ കാണുകയാണ്. ചോദിച്ചു, അബൂബക്കർ എവിടേക്കാ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു. ആരാ അബൂബക്കർ? പ്രവാചകന്മാർക്ക് ശേഷം ലോകം കണ്ട ഏറ്റവും വലിയ ഔലിയ, ഏറ്റവും വലിയ ഔലിയ. എന്താ പുറത്തിറങ്ങിയത്? അപ്പൊ ആ സമയത്ത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് ആ കാലഘട്ടത്തിലെ ഏറ്റവും വിശിഷ്ടരാണ് പ്രവാചകനും അബൂബക്കറും. പ്രവാചകൻ കഴിഞ്ഞാൽ പിന്നെ അബൂബക്കറാ. പ്രവാചകരെ വിശന്നിട്ട് വീട്ടിലിരിക്കാൻ കഴിയുന്നില്ല, വിശന്നിട്ട് വീട്ടിലിരിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ അവർ നടക്കുകയാണ് രണ്ടുപേരും. വഴി വിളിച്ചതാ മഹാനായ ഉമർ ബിൻ ഖത്താബ്. ചോദിച്ചു, ഉമറെ എന്താണ് ഈ സമയത്ത്? റസൂലെ വിശന്നിട്ട് ഇരിക്കാൻ കഴിയുന്ന വീട്ടിൽ. അങ്ങനെ എന്നാ പോരി. പ്രവാചകൻ ചെന്നു, നടന്നുപോയി. അവർ അൻസാരിയുടെ വീട്ടിലെത്തി. അൻസാരി ഇവരെ കണ്ടപ്പോ ആഹ്ലാദം, പറഞ്ഞറിയിക്കാനാത്ത സന്തോഷം. കാരണം ഏറ്റവും വിശിഷ്ടരായ മൂന്നാളുകളാണ് അതിഥികൾ. ആ അൻസാരി പോയി ഈത്തപ്പഴം പറിച്ചു കൊടുന്നു. ഒരാടിനറുത്ത് സുഭിക്ഷമായ ഒരു സദ്യ ഒരുക്കി. അവരൊക്കെ ഭക്ഷണം കഴിച്ചു, വയറു നിറച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കറും ഉമറും റളിയല്ലാഹു അൻഹുമാ എല്ലാവരും ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം വിവരണമായി. ചരിത്രം അങ്ങനെയാണ് പറയുന്നത്, അല്ലാഹു അലം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കറിന്റെ ഉമറിന്റെ മുഖത്ത് നോക്കി പറഞ്ഞൊരു വാചകം, قال رسول الله صلى الله عليه وسلم لأبي بكر وعمر والذي نفسي بيده, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ലതുസ്അലുന്ന അൻ ഹാദൻ നഈമി യൗമൽ ഖിയാമ. എന്താണ് ആ വാക്ക്? വിശന്നിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി, വയർ നിറച്ച് ഭക്ഷണം കിട്ടി. ദിവസങ്ങളോളം പട്ടിണി അവർക്കൊക്കെ. അങ്ങനെ ഒരു നേരം ഭക്ഷണം കിട്ടിയപ്പോ, ഒരു നേരം വയറ് നിറച്ച് ഭക്ഷണം കിട്ടിയപ്പോ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ച ഈ നിഅമത്തുണ്ടല്ലോ, നാളെ ഖിയാമത്ത് നാളിൽ പടച്ച റബ്ബിന്റെ കോടതിയിൽ നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും. അതാണ് സംഭവം. ചിന്തിക്കുക സഹോദരന്മാരെ, ഇന്ന് നമ്മുടെ സഹോദരങ്ങൾ വളരെയധികം വിഷമത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാസിർ കുടുംബത്തെ കഠിനമായി മർദ്ദിക്കുന്നത് കണ്ടു. പ്രവാചകൻ അതിലൂടെ പോവുകയാണ്. ആ സമയത്ത് പ്രവാചകനെ തടുക്കാൻ പട്ടാളമില്ല, സൈനിക ശക്തിയില്ല, ആൾ ബലമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞുകൊണ്ട് യാസിറിന്റെ തലയിൽ കൈവച്ചുകൊണ്ട്, സബ്റൻ ആല യാസിർ, സബ്റൻ ആല യാസിർ ഫഇന്ന മൗഇദകുമുൽ ജന്ന, യാസിർ കുടുംബമേ നിങ്ങൾ ക്ഷമിച്ചുകൊള്ളുക, നിങ്ങൾക്ക് പോകാനുള്ളത് സ്വർഗത്തിലേക്കാണ്. ഇന്ന് എനിക്കും നിങ്ങൾക്കും പറയാൻ കഴിയോ? മുസ്ലിം ലോകത്തിന് പറയാൻ കഴിയോ? അറബ് രാജ്യങ്ങൾക്ക് പറയാൻ കഴിയോ? സബ്റൻ ആല ഇഖ്വാനുൽ ഫലസ്തീൻ ഫഇന്ന മൗഇദകുമുൽ ജന്ന. ഫലസ്തീനിലെ പിഞ്ചു മക്കളെ നിങ്ങൾ ക്ഷമിച്ചുകൊള്ളൂ, നിങ്ങൾക്ക് പോകാനുള്ളത് സ്വർഗത്തിലേക്കാണ്. സഹോദര, പരീക്ഷണങ്ങൾക്കും പട്ടിണികൾക്കും പകരമായി അല്ലാഹുവേ നീ ഞങ്ങളുടെ ഫലസ്തീനിലെ പിഞ്ചു മക്കൾക്കും സഹോദരങ്ങൾക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കുന്ന റഹ്മാനെ. അല്ലാഹു ആ സഹോദരങ്ങൾക്ക് സ്വർഗം നൽകുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഊസീകും സാനിയം ബിത്തഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സഹോദരന്മാരെ, ഒരു 4 ദിവസം മുമ്പ് ഒരു രോഗിയെ, ഏകദേശം ഒരാഴ്ചയായിട്ട് അവർ രോഗിയെ സന്ദർശിക്കാൻ പോയി. ഏകദേശം ഒരു 65 മുകളിൽ 70 വയസ്സായിട്ടുണ്ടാവും. രോഗിയെ സന്ദർശിച്ച് അപ്പോൾ ഞാൻ ഒരു ഉപദേശം കൊടുക്കാൻ മറന്നു, ഒരു കാര്യം ചോദിക്കാൻ മറന്നു. പിന്നെ ആ രോഗിയുടെ ഒരു ബന്ധു എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, അവർ നമസ്കരിക്കാറുണ്ടോ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു നമസ്കരിക്കുക. അപ്പോൾ ലാസ്റ്റ് സ്റ്റേജാണ്, ഡോക്ടർമാരൊക്കെ ഒഴിവാക്കിയതാണ്. അപ്പോൾ നമസ്കരിക്കലില്ല എന്നാണ്. ഞാൻ പടച്ചോനെ എന്താ ഇത് കഥ.
അപ്പോൾ ആ രോഗിയെ സന്ദർശിക്കാൻ വന്ന ഒരു സഹോദരി പറഞ്ഞു, അത്രേ നിങ്ങളിങ്ങനെ ദിക്റും സ്വലാത്തും ഇങ്ങനെ ചൊല്ലിയിരുന്നോളി, വെറുതെ ഇരിക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ആ സ്ത്രീ തിരിച്ചു മടങ്ങിപ്പോയപ്പോൾ ഇയാൾ പറയുകയാണത്രേ, ഞാനതൊരു ഏഷണി പരദൂഷണം പറയില്ല സഹോദരന്മാരെ, അയാൾ പറയാണത്രേ ഇനി ഓളോട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞതാണ്. എന്താ സംഭവം എന്നറിയോ? യഥാർത്ഥത്തിൽ ചെറുപ്പത്തിൽ ശീലിച്ചിട്ടില്ല, അതാ പ്രശ്നം. എൻ്റെ മുന്നിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ മക്കളോട് പറയാനുള്ളത്, നമ്മളൊക്കെ കേട്ട ഒരു കവിതാശകലം, ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം. കവി വെറുതെ പാടിയതല്ല. ചെറുപ്പത്തിൽ ശീലിച്ചാൽ മാത്രമേ അത് വലുപ്പത്തിൽ കൊണ്ടു നടക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ചില ആളുകൾക്ക് പറയും അതൊക്കെ കുറച്ച് വലുതായി കഴിഞ്ഞാൽ അപ്പോൾ കുട്ടിയല്ലേ, കഴിയില്ല. വിദ്യാഭ്യാസി ആനയെ എടുക്കുന്നവരുണ്ടല്ലേ നിങ്ങൾ, അപ്പോൾ ചെറുപ്പത്തിൽ ശീലിക്കണം. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം ആ മനുഷ്യൻ മരണത്തെ മുഖാമുഖം കാണുകയാണ്. എന്നിട്ട് നമസ്കരിക്കും. നടക്കാൻ കഴിയും, നടക്കാനൊക്കെ കഴിയും, ബാത്റൂമിൽ പോകാൻ കഴിയും, പക്ഷേ നമസ്കരിക്കണില്ല. അപ്പൊ നമസ്കരിക്കാതിരുന്നാൽ എന്താണ് ശിക്ഷ കിട്ടുക എന്ന് ചോദിക്കും ചില ആളുകളുണ്ട്. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടറിയോ, ഈ ലോകത്ത് ഏറ്റവും വലിയ ശിക്ഷ എന്താ? ഈ ലോകത്ത് ഏറ്റവും വലിയ ശിക്ഷ നമസ്കരിക്കാൻ തോന്നാത്തതാണ്. അതാണ് ഏറ്റവും വലിയ ശിക്ഷ. സ്വർഗത്തിൽ കിടക്കുന്ന ആളുകളും നരകത്തിൽ കിടക്കുന്ന ആളുകളും തമ്മിലൊരു സംഭാഷണം അള്ളാഹ് നമ്മളെ പഠിപ്പിച്ചു. സ്വർഗത്തിൽ കിടക്കുന്ന ആളുകൾ നരകത്തിൽ കിടക്കുന്ന ആളോട് ചോദിച്ച മാൽ സലകക്കും ഫീ സഖർ, അല്ല നിങ്ങൾ എങ്ങനെയാണ് ഈ സഖർ എന്ന നരകത്തിൽപ്പെട്ടത്? നരകത്തിന്റെ പേരാ സഖർ. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ നരകത്തിൽ വന്ന് ചാടാൻ കാരണം? ആ സമയത്ത് നരകാവകാശികൾ പറയും ഖാലു ലം നകു മിനൽ മുസല്ലീൻ, ലം നകു മിനൽ മുസല്ലീൻ. ആദ്യമായി അവർ പറയുന്നതാ, ഞങ്ങൾ നമസ്കരിക്കുന്ന ആളുടെ കൂട്ടത്തിലായിരുന്നില്ല. രണ്ടാമത് അവർ പറയും വലം നകു നുത്ഇമുൽ മിസ്കീൻ. എന്താണ് ആ വാചകം? പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ പ്രോത്സാഹനം നടത്തിയിരുന്നില്ല, കൊടുത്തിരുന്നില്ല, അല്ല പ്രോത്സാഹനം. അതുകൊണ്ട് നല്ല ചിന്തിക്കുക എൻ്റെ പ്രിയപ്പെട്ട നമുക്ക്. ജീവിതത്തിൽ ഒരു വക്ത് നമസ്കാരം നമുക്ക് നഷ്ടപ്പെടരുത്. അതാണ് ഞാൻ ഒരു അപേക്ഷയോടുകൂടെ പറയും. കാരണം ഒരുപാട് അനുഭവങ്ങൾ ഇന്നും 10, 20, 25 വയസ്സായ ചെറുപ്പക്കാർ ഒരു വക്ത് നിസ്കരിക്കാത്ത ആൾക്കാരുണ്ട്. നിങ്ങൾക്കറിയോ, ഏതെങ്കിലും ഒരു കർമ്മം ഒഴിവാക്കിയാൽ കാഫിറാകുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അത് നമസ്കാരമാണ്. അൽഹദുല്ലദീ ബൈനനാ വബൈനഹുമുസ് സ്വലാ ഫമൻ തറകഹ വഖദ് കഫറ. നമ്മുടെയും അവരുടെയും ഇടയിലുള്ള വ്യത്യാസം നമസ്കാരമാണ്. അത് ഒഴിവാക്കിയാൽ കഫറാണ് പറഞ്ഞത്. മഹാനായ ശൈഖ് ഇബ്നു ബാസ് റഹ്മഹുല്ലാഹ് ഇതിനെ വ്യാഖ്യാനിച്ചപ്പോൾ പറഞ്ഞത്, കഫറ എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞത് കുഫ്റുൻ മുഖ്രിജുൻ അനിൽ മില്ല. അതാണ് അത്രക്ക് ഗൗരവമാണ്. കുഫ്റു മുഖ്രിജുൻ അനിൽ മില്ല, മില്ലത്തിൽ നിന്ന് പുറത്തുപോയ കാഫിർ. എന്താ അങ്ങനെ പറഞ്ഞ? അങ്ങനെ മില്ലത്തിൽ നിന്ന് പുറത്തുപോയ ഒരു മനുഷ്യൻ, എന്ത് നല്ല പേരായിക്കോട്ടെ, മുഹമ്മദ് അഹമ്മദ് പോക്കറായിക്കോട്ടെ, നമ്മളെ മോളെ കല്യാണം അന്വേഷിച്ച് വന്നാൽ കെട്ടിച്ചു കൊടുക്കാൻ പാടില്ല. സൗദി അറേബ്യയിലെ മുഫ്തിമാർ പറഞ്ഞതെന്നറിയ, നമസ്കരിക്കാത്ത ഒരു മുസ്ലിം, മുഹമ്മദ് ആയിക്കോട്ടെ, നമസ്കരിക്കാത്തവൻ അവൻ മരണപ്പെട്ടാൽ മുസ്ലിം ഉമ്മത്തിന്റെ ഖബർസ്ഥാനിൽ അവനെ മറവ് ചെയ്യാൻ പാടില്ല എന്നാണ്. അത്രക്ക് ഗൗരവമാണ്, പറഞ്ഞാൽ തീരില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള, ചെറുപ്പത്തിലേ ശീലിക്കുന്ന പൊന്നുമക്കളെ, നമസ്കാരം ഒഴിവാക്കരുത്. നമസ്കാരം നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ റബ്ബുമായുള്ള ബന്ധങ്ങൾ പോയി. നമുക്ക് ഇപ്പോൾ ഏറ്റവും അധികം നമ്മൾ നമസ്കാരം തിരിയേണ്ട ആളുകളാണ്. ഓരോ വഖത്തിലും പള്ളിയിലേക്ക് വരേണ്ട ആളുകളാണ്. എന്നിട്ട് നമസ്കരിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞില്ലേ, വസ്തഈനൂ ബിസ്സബ്രി വസ്സലാ. ഇപ്പൊ നമുക്കതാണ് ആവശ്യം. നിങ്ങൾ ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും റബ്ബിനോട് സഹായം ചോദിച്ചോളൂ. നമ്മളെ കാത്തുകൊണ്ട് പലസ്തീനിലെ പാവപ്പെട്ട പിഞ്ചുമക്കൾ കാത്തിരിക്കുന്നുണ്ട്. സഹോദരന്മാരെ, നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? കുപ്പി എറിഞ്ഞു കൊടുക്കാൻ കഴിയില്ല. നമുക്ക് ചെയ്യാനുള്ളത് അതിനേക്കാൾ വലിയ ഒരു ആയുധം നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ പുറത്തെടുക്കണം. ആ വജ്രായുധം നാം ഹൃദയം അറിഞ്ഞുകൊണ്ട് വീശിയാൽ എത്ര വലിയ സൈന്യമായാലും അവരിൽ നിന്ന് നമ്മളെ പിഞ്ചുമക്കളെ രക്ഷിക്കാൻ റബ്ബിന് കഴിയും. പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളൊക്കെ നിഷ്കളങ്ക ഹൃദയത്തിന്റെ ഉടമകളാണ്, ചെറിയ മക്കളാണ്. ഞാനൊരു അപേക്ഷയായി പറയാൻ, ഈ മിമ്പറിൽ വെച്ച് നിങ്ങളോട് അപേക്ഷയായി ചോദിക്കുകയാണ്, ഞാൻ അപേക്ഷിക്കുകയാണ്. ദയവ് ചെയ്ത് നിങ്ങൾ നമസ്കാരം കഴിഞ്ഞ്
ആ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ കൈകൾ ഉയർത്തിക്കൊണ്ട് പച്ച മലയാളത്തിൽ അല്ലാഹുവേ റഹ്മാനായ റബ്ബേ, പലസ്തീനിലെ വിശക്കുന്ന എന്റെ സഹോദരങ്ങൾക്ക് അവരുടെ വിശപ്പ് അകറ്റണമേ എന്ന് പ്രാർത്ഥിക്കണമേ എന്ന് ഈ മിമ്പറിൽ വെച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മക്കളോടും രക്ഷിതാക്കളോടും എല്ലാവരോടും പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച റബ്ബ് ഫലസ്തീനിൽ വിശന്നുകൊണ്ട് പൊരിയുന്ന നമ്മുടെ സഹോദരങ്ങളെ വിശപ്പ് അല്ലാഹുവേ നീ അകറ്റി കൊടുക്കണേ റഹ്മാനെ. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങളുടെ സഹോദരങ്ങളെ നേരെ നീട്ടുന്ന കിരാതമായ കരങ്ങളെ പടച്ച റബ്ബേ നീ ക്ഷയിപ്പിക്കണേ അല്ലാഹുവേ, അവരുടെ ഭരണകൂടങ്ങൾ നശിപ്പിക്കണേ അർഹമുർ റഹീമാനായ റബ്ബേ, ശ്വാസം കിട്ടാതെ മരിച്ചു വീഴുന്ന ഞങ്ങളുടെ പിഞ്ചോമന മക്കൾ, ഞങ്ങളുടെ സഹോദരങ്ങൾ അല്ലാഹുവേ, അവർക്ക് നീ അതിന് പകരമായി സ്വർഗ്ഗ പൂന്താവ് നീ ഒരുക്കണേ റഹ്മാനെ. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഫലസ്തീനിൽ പട്ടിണി മൂലം മരിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾ, ആ സഹോദരങ്ങളുടെ സഹോദരിമാരെ അല്ലാഹുവേ ശുഹദാക്കളുടെ ഗണത്തിൽ നിന്ന് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, അവരെ നീ ശുഹദാക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, അവരുടെ വിശപ്പ് നീ അകറ്റണേ റഹ്മാനെ. അർഹമുർ റഹീമീനായ റബ്ബേ, നീ അല്ലാതെ അവർക്ക് സഹായത്തില്ല റബ്ബേ. മുസ്ലിം സമുദായം അവരെ തിരിഞ്ഞു നോക്കുന്നില്ല റബ്ബേ. അതുകൊണ്ട് റഹ്മാനായ റബ്ബേ, നീ ആ പാവപ്പെട്ട സഹോദരങ്ങളെ വിശപ്പ് നീ അകറ്റി കൊടുക്കണേ റഹ്മാനെ. അവരുടെ പിറന്ന നാട്ടിൽ സമാധാനത്തോടുകൂടി ജീവിക്കാനുള്ള അന്തരീക്ഷം അല്ലാഹു നീ ഉണ്ടാക്കി കൊടുക്കണേ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين في فلسطين، اللهم انصر إخواننا المسلمين في فلسطين، اللهم انصر إخوان المسلمين في فلسطين، اللهم انصر إخواننا في غزة، اللهم انصر إخواننا في غزة، اللهم انصر إخواننا في غزة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل دعاءنا، ربنا تقبل دعاءنا، ربنا تقبل دعاءنا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين. آمين 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 برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد.